നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷിഭൂമിയിലെ മരം മുറിച്ചു മാറ്റാൻ പുതിയ ചട്ടം. ലക്ഷ്യം കാർഷിക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ. കൃഷിഭൂമിയിൽ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം പുതിയ ചട്ടം പുറത്തിറക്കി. ഇതിൻ്റെ ഭാഗമായി 2016 തടി വ്യവസായങ്ങൾ മാർഗരേഖ പ്രകാരം ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള സംസ്ഥാനതല സമിതികൾ കൃഷിഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ തീരുമാനമെടുക്കുന്ന സമിതിയായും പ്രവർത്തിക്കും. റവന്യൂ കൃഷി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും ഇതിൽ ഉൾപ്പെടുത്തും. തടി മുറിച്ചു മാറ്റാനും വാണിജ്യാവശ്യത്തിനായി കടത്താനുമുള്ള നടപടിക്രമം ലഘൂകരിക്കുകയാണ് ലക്ഷ്യം. കൃഷിഭൂമിയിൽ തടി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക വഴി കാർഷിക വനവൽക്കരണത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാവുമെന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം നൽകുന്നതും ഈ സമിതിയായിരിക്കും. അപേക്ഷ പരിശോധിക്കാനും കൃഷിഭൂമിയിലെ തടി കയറ്റി അയക്കാനും ഏജൻസികളെ എംപാനൽ ചെയ്യുന്നതും സമിതിയായിരിക്കും. തടി കയറ്റി അയക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർ തങ്ങളുടെ കൃഷിഭൂമി നാഷണൽ ടിമ്പർ മാനേജ്മെൻറ്റ് സിസ്റ്റം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. കൃഷി സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യണം. ഈ വിശദാംശങ്ങൾ വനം, കൃഷി, പഞ്ചായത്തി രാജ് വകുപ്പുകളിലെ ഫീൽഡ് ഉദ്യോഗസ്ഥർ വിലയിരുത്തും. 10ൽ കൂടുതൽ മരങ്ങളുള്ള ഭൂമിയുടെ കാര്യത്തിൽ മുറിച്ചു മാറ്റുന്ന മരങ്ങളുടെ വിശദാംശങ്ങൾ NDMS പോർട്ടൽ വഴി വിശദീകരിക്കണം. അതിനുശേഷം ബന്ധപ്പെട്ട പരിശോധന ഏജൻസി സ്ഥലം സന്ദർശിച്ച് വിശദ റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും മരമുറിക്ക് അനുമതി നൽകുക. 10 മരങ്ങൾ വരെ മുറിച്ചു മാറ്റാനാണെങ്കിൽ മരങ്ങളുടെ ഫോട്ടോകളും പോർട്ടൽ വഴി നൽകണം. മുറിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്ന തീയതിയും അപേക്ഷകർ അറിയിക്കണം. മുറിച്ചു മാറ്റിയ ശേഷം മരക്കുറ്റിയുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ച് ഉറപ്പാക്കി പോർട്ടൽ വഴി മരമുറിക്കുള്ള എതിർപ്പില്ലാ രേഖ ലഭിക്കും. പരിശോധന ഏജൻസികളുടെ പ്രവർത്തനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ വിലയിരുത്തും. ഓരോ പാദം പിന്നിടുമ്പോഴും DFOമാർ സംസ്ഥാന സമിതി മുമ്പാകെ ഏജൻസികളുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറണം. കർഷക വരുമാനം ഇരട്ടിയാക്കുക ലക്ഷ്യം. കാർഷിക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനങ്ങൾക്കായി പൊതുമാർഗരേഖ പുറത്തിറക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. വനത്തിന് പുറത്ത് വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക വഴി കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാനാകും. അനാവശ്യ നടപടിക്രമങ്ങൾ ഒഴിവാക്കി സ്വന്തം കൃഷിഭൂമിയിൽ കർഷകർക്ക് മരങ്ങൾ നട്ടുവളർത്താനും മുറിച്ചു മാറ്റാനും അവസരമൊരുക്കുക വഴി ഈസ് ഓഫ് ഡൂയിങ് പ്രോത്സാഹനവും ഉദ്ദേശിക്കുന്നു. കൃഷിഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ ഇപ്പോൾ വ്യക്തമായ ചട്ടമില്ല. കേരളത്തിന് ബാധകമാകില്ല. മരം മുറിക്കുന്നതിലും കയറ്റി അയക്കുന്നതിലും കേരളത്തിൽ ഇപ്പോൾ ലളിതവും വ്യക്തവുമായ ചട്ടമുള്ളതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗരേഖ സംസ്ഥാനത്ത് കാര്യമായി ബാധിക്കില്ല. കേരളത്തിലും ഇതേപോലെ ഒരു നിയമം വരികയാണെങ്കിൽ നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ റബ്ബർ മരങ്ങൾ മുറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഉദ്യോഗസ്ഥർ വന്ന് നോക്കി അംഗീകരിച്ചെങ്കിൽ മാത്രമൊക്കെ നമുക്ക് മരങ്ങൾ മുറിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഇല്ല. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.